ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ചില സന്ദർഭങ്ങളിൽ ആളുകൾ വളരെയധികം ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് വന്നിട്ട് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഘട്ടങ്ങൾ ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പല ആളുകളും അവരനുഭവിക്കുന്ന വേദനകൾ കണ്ടിട്ടാണ് അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. ചിലർക്ക് ഡിപ്രഷൻ മൂലം ഇനി എന്തിനാ ജീവിക്കുന്നേ അല്ലേ? നമുക്കറിയാം, ദൈവമക്കൾ ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിലെത്തിയേരെന്ന് നല്ല ബോധ്യമുള്ളവരാണ്. കാരണം ദൈവവചനം അതാണ് പറയുന്നത്. ആത്മഹത്യ പാപമാണ്, ആത്മഹത്യ ചെയ്യരുത്. പിന്നീട് പ്രശ്നം വളരെ കലുഷിതമായി കഴിയുമ്പോൾ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരെ അത് വല്ലാതെ തൊന്തരവ് ചെയ്യുമ്പോൾ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്നാണ് അവർ തീരുമാനിക്കുന്നത്, എന്നാൽ ഇനി മരിച്ചേക്കാം. സ്തോത്രം, മരിച്ചേക്കാം. കാരണം അവർക്ക് അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അവരനുഭവിക്കുന്ന മാനസിക വ്യത അത്ര ഭയങ്കരമായിരിക്കാം. അല്ലെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങൾ മനുഷ്യനെ മരണം ആഗ്രഹിച്ചെന്ന് വന്നേക്കാം. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്, ലോകത്തിലുള്ള ആൾക്കാരോടല്ല, ദൈവമക്കളോട്. ഒരു കാരണവശാലും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യുന്നവൻ സ്വർഗത്തിൽ കാണിയേല. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ദീർഘകാലം, നിത്യകാലം ദൈവത്തോടു കൂടെയുള്ള വാസമാണ് നിങ്ങൾ ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നഷ്ടമാക്കി കളയുന്നത്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ കൂടിപ്പോയാൽ ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, ചിലർ 100 വയസ്സ് 110 പോകുന്നുണ്ട്. നല്ല കാര്യം. അത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. പക്ഷേ നമ്മളിനി മരണത്തിനപ്പുറത്ത് നാം ദൈവവുമായിട്ട് ഒരുമിച്ചുള്ള വാസം വി കനോട്ട് കൗണ്ട്. സ്തോത്രം. നമുക്കത് എണ്ണാൻ കഴിയില്ല. നിത്യകാലം ദൈവത്തോടു കൂടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പ്രതിസന്ധി ഇല്ലാത്ത ആരുമില്ല കേട്ടോ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? ഒരു ചെറിയ പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം. സ്തോത്രം. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ആത്മഹത്യ. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ പാപമാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോൺ ചെയ്ത് വിളിച്ച് അല്പനേരം നിങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ
ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോ വിളിച്ച് നിങ്ങളൊരു അരമണിക്കൂർ സംസാരിക്കൂ. സ്തോത്രം. ഇനി എനിക്ക് അങ്ങനെ വിളിക്കാൻ ആരുമില്ല പാസ്റ്റേ എന്ന് പറയുകയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ സഹോദരിമാരായാലും ശരി സഹോദരന്മാരായാലും ശരി, എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിച്ച് സംസാരിക്കാം. സ്വന്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ വേദനയും കേൾക്കാൻ തയ്യാറുള്ളവനാണ് ഞാൻ. നോ പ്രോബ്ലം. സ്തോത്രം. നിങ്ങൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദാനിയേൽ നീലഗിരിനെ 1 മിനിറ്റ് ഒന്ന് വിളിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങളേതെങ്കിലും അപകടത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും കൂട്ടുകെട്ടിനകത്തുപെട്ട് ആവശ്യമില്ലാത്ത ഏതെങ്കിലും അന്നേരത്തെ ഒരു എന്താ പറയുക, ഒരു സമയത്തിൻ്റെ നേരം പോക്കിന് വേണ്ടി ആരംഭിച്ച ഒരു ബന്ധമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെടുത്തി ഇപ്പോൾ മരണത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പേടിക്കണ്ട. സ്തോത്രം. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിലുണ്ട്. ഭയപ്പെടണ്ട. നിങ്ങൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് സ്വതന്ത്രം ആർക്കും ഇവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകാൻ പോവുക. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തെ പിൻഗമിച്ചവൻ ആത്മഹത്യ ചെയ്തു എന്നൊരു പേരുദോഷവും ദേശത്ത് അത് മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടാനും കാരണമായി തീരും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കണം. ദൈവദാസന്മാരോട് പറയാം, ദൈവദാസന്മാരെ, നിങ്ങൾ പല ദൈവദാസനും ഗ്ലൂമിയായിട്ട് എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ വ്യക്തികളോട് അല്പനേരം സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. പ്ലീസ്. ദൈവത്തിന് സ്തോത്രം. അത് ചെയ്യണം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ യോനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു ഭാഗം, യോനായുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം അല്ലേ? യോന അവിടെ പറയുന്നുണ്ട്, മരിച്ചാൽ കൊള്ളായിരുന്നു. സ്തോത്രം. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. കണ്ടോ? യോന മരണം ആഗ്രഹിച്ച് കാത്തിരിക്കുക. സ്തോത്രം. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇല്ല, ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ദൈവം യോനയോട് പറയുന്നൊരു സന്ദേശം അവിടെ അടുത്ത വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം യോനയോട്, നീ ആവണക്ക നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞു, ഞാൻ ഈ ചാകുന്നോടം വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചത്താൽ മതി, ആ ചാകുന്നോടം വരെ ഞാൻ കോപിച്ചോട്ട് തന്നെ ഇരിക്കും. അത് കറക്റ്റാണ്. അതിന് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കോപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്ത് നീതിയാണ് ഞാൻ കോപിക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. അതിന് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നല്ലേ? സ്തോത്രം. ഇപ്പോൾ മരണം ആഗ്രഹിക്കാൻ കാര്യം, കിട്ടിയ തണല് കരിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ താൻ പ്രതീക്ഷിച്ച തനിക്ക് ലഭിക്കും, തനിക്ക് ഒരു സംരക്ഷണം, ചിലരുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ജോലിയായിരിക്കാം. ആ ജോലി നഷ്ടപ്പെട്ടു പോയാൽ ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ താങ്കളോടാണ് ഇന്ന് രാവിലെ എനിക്ക് പറയാനുള്ളത്. ഒരു പരീക്ഷ എഴുതി നിനക്കൊരു ജോലി കിട്ടിയെന്നും പറഞ്ഞാൽ നീ ചാകാനിരിക്കുക? അത് പോയപ്പോൾ ചാകാനിരിക്കുകയാണോ? സ്തോത്രം. നിൻ്റെ ഈ ആയുസ് നിനക്ക് വെറുതെ തന്നു ദൈവം. ആരോഗ്യം തന്നു, ബലം തന്നു, സൗഖ്യം തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, അപ്പനെ അമ്മേനെ തന്നു, ജീവനോടെ ഇപ്പോഴും കൂടെ. സ്തോത്രം. എന്തേ അവരുടെ ഒന്നും കാര്യം നീ ചിന്തിക്കാത്തേ? സ്തോത്രം. നിനക്ക് ലഭിച്ച ഈ ജോലി മാത്രം, ഈ തണല് മാത്രം, ഈ ഒരു സംരക്ഷണം മാത്രം നീ ചിന്തിക്കാൻ അത്രയും ചെറുതായിപ്പോയോ നീ? സ്തോത്രം. യോനോട് പറയോനെ,
യോന പറയുന്നത് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയും മരിച്ചാൽ കൊള്ളാം, ചത്താ മതി. സ്തോത്രം. യോനയോട് ദൈവം പറയുക, 1,20,000 പരം മനുഷ്യർ, കുറേ മൃഗങ്ങൾ, അവരുടെ കാര്യത്തിൽ ഞാൻ ഇത്രയും ജാഗ്രത കാണിക്കണ്ടേ? അവരെല്ലാം നശിച്ചു പോകണമെന്നാണ് നിൻ്റെ ആഗ്രഹം? അതാണോ നിൻ്റെ ആഗ്രഹം? ഈ 1,20,000 പരം ആളുകൾ എന്നെ സേവിക്കുന്നവരല്ലെന്നേ, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടീമാണ്. മെനകെട്ട ആൾക്കാർ ഇല്ലേ? ആ ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി, നിനവെ എന്ന പട്ടണമാണ് ഒരു സംസ്ഥാനമായിട്ട് കൂട്ടിക്കോ. ഈ സംസ്ഥാനത്തിലുള്ള 1,20,000 പരം പേരിൽ ഒരുത്തം പോലും ഇല്ല ദൈവമായിട്ട് കണക്ഷനുള്ളത്. അങ്ങോട്ടാണ് യോനയെ പറഞ്ഞു വിട്ടത്. സ്തോത്രം. യോന അവിടെ ചെന്ന് പ്രസംഗിച്ചു. പക്ഷേ ഇത്ര ആൾക്കാർ ഉപവസിക്കുന്ന യോന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അല്ലേ? പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവസാനം ഈ പട്ടണം നശിക്കുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അവർ മലയാള സൈഡിൽ കയറി ഇരിക്കുക. ആകാശത്ത് നിന്ന് തീ വരുന്ന നോക്കി. രാവിലെ വൈകുന്നേരമായി, ഭയങ്കര വെയിലുമുണ്ട്. പാവത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ? എന്നാൽ വറീസ് കുട്ടിക്ക് ഒരു തണലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആവണക്കിനെ ഒറ്റ ദിവസം കൊണ്ട്, എന്ന് ആലോചിക്കും, ഒരു ആവണക്ക് ഒറ്റ ദിവസം കൊണ്ട് വളർന്ന് ഇദ്ദേഹത്തിന് പന്തലായി. ഒറ്റ ദിവസം കൊണ്ട്. ഒരാവണക്കുണ്ടാകുന്ന ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ളവരാ. എന്തായാലും തണൽ കിട്ടി. പക്ഷേ ദൈവം തന്നെ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു പുഴുവിനെ അയക്കുകയാണ്. ആ പുഴു ചെന്ന് ആവണക്കിനെ കുത്തിക്കളഞ്ഞു. ഈ ആവണക്ക് നിമിത്തം ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവാചകൻ കണ്ടോ, മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുക. ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാൻ എന്ന് പറഞ്ഞാൽ, എങ്ങനെയും ഒന്ന് ദൈവമേ എൻ്റെ ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പല ആളുകൾ എനിക്ക് വിളിക്കാറുണ്ട്, പാസ്റ്ററെ ഞാൻ വലിയ പ്രശ്നത്തിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരുമായിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട്. എല്ലാം കഴിയുമ്പോൾ പാസ്റ്റർ ഒരു വലിയ ആശ്വാസമായി, ഹൃദയത്തിന് സന്തോഷമായി, സമാധാനം കിട്ടി. പാസ്റ്റർ പ്രാർത്ഥിക്കണേ, തുടർന്നും പ്രാർത്ഥിക്കണേ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് പ്രിയരെ അവരുടെ വേദന നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ഫുട്പാത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ എതിരെ വരുന്ന ആൾ നമ്മളെ ചിരിച്ച് കാണിക്കുന്നത് സന്തോഷം കൊണ്ടൊന്നുമല്ല, ഹൃദയത്തിനകത്ത് പൊട്ടാനായ ആമേൻ സ്തോത്രം അഗ്നിപർവ്വതം പോലുള്ള പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് മിക്ക ആളുകളും. നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അവരുമായിട്ട് അല്പനേരം സമയം ചിലവഴിക്കണം, കണ്ടെത്തണം. നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരനോടെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ആ ദുരന്ത വാർത്ത നിങ്ങളുടെ ചെവിയിലെത്തും. നമുക്കങ്ങനെ അവരെ ഒഴിഞ്ഞു കളയാൻ പറ്റിയില്ല. ഞാൻ എത്ര തിരക്കാണെങ്കിലും, ഏത് ഫോൺ കോൾ ആര് വിളിച്ചാലും, എത്ര തിരക്കാണെങ്കിലും ഞാൻ അവരോട് സംസാരിക്കും. വാഹനം ഓടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ വാഹനം സൈഡാക്കാൻ വേണ്ടി ഒറ്റ മിനിറ്റ് ഒന്ന് നിർത്താൻ പറഞ്ഞ് സൈഡാക്കുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. സ്തോത്രം. വാഹനം സൈഡാക്കി നിർത്തി അവരോട് സംസാരിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യോന ഇവിടെ മരണം ആഗ്രഹിച്ച് കാത്തു കിടക്കുക. ഇതുപോലെ ഒരുപാട് യോനാമാർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമുക്കറിയത്തില്ല. അവരുമായിട്ട് കാണുമ്പോൾ ഒന്ന് കുശലാന്വേഷണം നടത്തണം. എന്തുണ്ട് വിശേഷം? എന്തോ പ്രയാസമുണ്ടോ? മൂത്തുണ്ടല്ലോ. അവരന്നേരം ആദ്യം ഒന്നും പറയുകയില്ല. നിങ്ങൾ കുറച്ച് നേരം അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് തുറക്കാൻ തുടങ്ങും. അവരുടെ ചെപ്പ് തുറക്കുമ്പോഴാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്ര ഭീകരമാണെന്ന് നമുക്കറിയാൻ കഴിയുക. അവരനുഭവിക്കുന്ന വേദന നമ്മൾ അറിയുമ്പോഴാണ് നമുക്കൊരു വേദനയില്ലല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. സ്വത്രം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരു മിനിറ്റ് ചിലവാക്കിയിരുന്നെങ്കിൽ, ഞാനും നിങ്ങളും ചില മിനിറ്റുകൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ, ആ വ്യക്തിക്ക് വേണ്ടി, ആ സഹോദരിക്ക് വേണ്ടി, ആ സഹോദരന് വേണ്ടി, ആ ശുശ്രൂഷകന് വേണ്ടി ഞാനും നിങ്ങളും ചില മിനിറ്റുകൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ, സ്തോത്രം, പലയിടത്തും അവർ ഒഴിവാക്കപ്പെട്ട് കാണുമായിരിക്കാം, പലയിടത്തും അവർ നിന്ദിക്കപ്പെട്ട് കാണുമായിരിക്കാം, പലയിടത്തും അവർക്ക് മുറിവേറ്റ വേദന ഉണ്ടാകുന്നു വന്നേക്കാം. എല്ലാവരുടെ ഹൃദയം ഒരുപോലെ അല്ലെന്നേ. ഭയങ്കര കട്ടിയുള്ള ഹൃദയമുള്ളവരുണ്ടാകാം, പക്ഷേ ചില ആൾക്കാർ ലോല ഹൃദയമുള്ളവരാണ്. കൂടുതലൊന്നും ആലോചിക്കുകയില്ല.
നമുക്കിന്ന് അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് രാവിലെ ഏതെങ്കിലും വ്യക്തികൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, അവൻ ശരി പാസ്റ്റേ, ഞാനും ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, എങ്ങനെയായാലും ഒന്ന് ദൈവം ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ വിളിച്ചാൽ മതിയായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ യോന അവിടെ പറഞ്ഞത് മരിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു. രണ്ടും ഒരുപോലെ, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ മരിക്കാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ആരും നിങ്ങളെ സ്നേഹിക്കാനില്ല എന്ന ചിന്താഗതിയാണ് നിങ്ങൾക്കെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദാനിയേൽ പാസ്റ്റർ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദൈവത്തിന് നിങ്ങളോട് 24 hours ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ഭാരപ്പെടേണ്ട, പ്രയാസങ്ങൾ മാറും. ഞാൻ നിങ്ങൾക്കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലോ? നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസനേക്ക് അടുത്ത് വരുന്ന ഈ ബാലശീലമുള്ള സഹോദരന് വേണ്ടി സഹോദരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് വിഷമങ്ങളുണ്ട്. കർത്താവേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ആ കുടുംബത്തെ ദൈവം സഹായിക്കണമേ. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരനുഭവിക്കുന്ന വേദനകൾ അവർക്ക് കർത്താവെ സമാധാനം ഉണ്ടാക്കി കൊടുക്കണമേ. കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ നീറ്റലുകൾ, ഭയപ്പെടുത്തുന്ന ചിന്തകൾ, അറിയാതെ പെട്ടുപോയ ഒരുപാട് കുലുമാലുകളുടെ അകത്ത് പോയി പെട്ട് കർത്താവെ തടി ഊരി വരാൻ പറ്റാത്ത വിധത്തിൽ ലോക്കായിപ്പോയ ഒരുപാട് ആളുകൾ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവരെ സഹായിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം, ചിലത് മറക്കാൻ, ചിലത് കർത്താവെ തുറന്ന് സംസാരിക്കാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണഭയം അദ്ദേഹത്തെ ചുറ്റി നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ മരണദൂതനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ മനുഷ്യനിൽ നിന്നും പുറത്താക്കി മാറ്റുകയാണ്. ഈ നിമിഷം മുതൽ അദ്ദേഹം റിലാക്സ് ആകട്ടെ. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണഭയം വല്ലാതെ ചുറ്റിപ്പറ്റുന്ന ആ സഹോദരിയെ യേശുവിൻ്റെ നാമത്തിൽ ജീവങ്ങളിലേക്ക് കടക്കട്ടെ. ഈ നിമിഷം യേശുവിൻ്റെ രക്തം ചെയ്യാം. ആ മരണദൂതൻ മാറിപ്പോകട്ടെ. മരണത്തിൻ്റെ ചിന്ത മാറട്ടെ. ദൈവ അത്ഭുതം പ്രവർത്തിക്കണമേ. ഉറക്കമില്ലാതെ രാത്രികൾ ഏകാന്തയിൽ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് നല്ല ഉറക്കം കൊടുക്കണമേ. പല ചിന്തകളിട്ട് അവരെ വ്യാകുലപ്പെടുത്തുന്ന ദുഷ്ടവ്യാപാരത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു മാറ്റുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. കൃപ ചെയ്യണമേ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, യോന അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വീണ്ടും കർത്താവ് യോനനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ സടകുടഞ്ഞെഴുന്നേക്കണം. നിങ്ങളെപ്പോലെ 9 പേര് ലോകത്തിലെവിടെയില്ല. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യൻ വേറെ ആരുമില്ല. ഒരുപാട് പേര് നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞാലും ദാനിയേൽ നീലഗിരി നിങ്ങളോട് പറയുക, നിങ്ങളെപ്പോലെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് ഒക്കെ കഴുകിയിട്ട് ആ പാൻ്റൊക്കെ നല്ല തേച്ച് കുട്ടപ്പനാക്കി നല്ല ഷർട്ടൊക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്ത് ആ ഷൂ ഒക്കെ ഇട്ടിട്ട് ആ പബ്ലിക്കിലോട്ടൊന്ന് ഇറങ്ങി. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥനയുടെ പിൻബലവുമായി ഞാനും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.